മുനിസിപ്പാലിറ്റിയിൽ 5-ാം വാർഡിൽ ഏകദേശം മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള അധീനതയിലുള്ള ഏകദേശം ഒരു 2.5 ഏക്കറോളം വരുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടത്. ഏകദേശം 20-25 വർഷം മുന്നേ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക് അതിന് നാമകരണം ചെയ്യപ്പെട്ട് അതിനുശേഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യവസായശാലകൾ അല്ലെങ്കിൽ വ്യത്യസ്ത യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 7ഓളം വ്യക്തികൾ ലീസിനെടുത്ത് കൊണ്ടുപോയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്ഥലത്ത് വ്യവസായവൽക്കരണം വരും, അല്ലെങ്കിൽ ഒരുപാട് ജോലി സാധ്യതകൾ വരും, തൊഴിലവസരങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഭൂമി ഏറ്റെടുത്ത് ഈ ഭൂമി ഇത്രയും ആളുകൾക്ക് വിട്ടുകൊടുത്ത് അതിനുശേഷം ഇന്നേ വരെ ഇതിന്റെ ഭാഗമായിട്ട് ഭൂമി എടുത്തു പോയിട്ടുള്ള ആളുകൾ പോലും ഇതിലേക്ക് കടന്നു വരുന്നില്ല. ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം, ഇപ്പം നേരത്തെ കണ്ടത് നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ വലിയ രീതിയിൽ കാട് പിടിച്ച് വിജനമായിട്ട് കിടക്കാണ്. ചുറ്റും അതിൽ പൂർണ്ണമായിട്ട് തകർന്നു പോകുന്നു. ഏകദേശം അത്രയോ വർഷം മുന്നേ പണിത മതിലാണ്. അത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം പൂർണ്ണമായിട്ടും കഴിഞ്ഞ മഴയ്ക്ക് മുന്നേ തന്നെ കഴിഞ്ഞ മഴയിൽ കാറ്റത്തും ഈ പറയുന്ന മതിലുകളും പൂർണ്ണമായിട്ടും തകർന്നു. അപ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഈ വ്യവസായികൾക്ക് വേണ്ടി കൊടുത്തിട്ട് ആ വ്യവസായികളും തിരിഞ്ഞു നോക്കുന്നില്ല, മുനിസിപ്പാലിറ്റിയും തിരിഞ്ഞു നോക്കുന്നില്ല, ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരാൾക്കും നോട്ടം കിട്ടാത്ത സ്ഥലമായിട്ട് മാറിക്കിടക്കുന്നു. ഇത്രയും ഏക്കർ കണക്കിനുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഈ സ്ഥലം ബന്ധപ്പെട്ട വ്യവസായികളുമായിട്ട് വിളിച്ചിരുത്തി ഒന്നില്ലെങ്കിൽ യോഗം ചേർന്ന് ഇത് നീണ്ട വർഷത്തേക്കാണ് ലീസിന് കൊടുത്തിരുന്നത്. ആ നീണ്ട കാലയളവുള്ള ലീസ് അനുവദിക്കില്ല. അതുകൊണ്ട് 25 വർഷം മാത്രം ഏറ്റവും കൂടുതൽ ലീസിനുള്ള സമയമായിട്ട് അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് സർക്കാരിന്റെ പുതിയ മാനദണ്ഡം അനുസരിച്ചുള്ള ഒരു എഗ്രിമെന്റ് പുതുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഇത് ഏറ്റെടുത്തിട്ടുള്ള വ്യവസായികൾ അല്ലെങ്കിൽ ഇത് ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ അറിയാൻ വേണ്ടി സാധിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഫയലുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏകദേശം 6 വർഷം 6 വർഷത്തിനടുത്താണ് ഇനി ബാക്കി നിൽക്കുന്നത് എഗ്രിമെന്റ്. അത് കഴിഞ്ഞാൽ ഈ സ്ഥലം വീണ്ടും മുനിസിപ്പാലിറ്റി തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യവസായികളുമായിട്ട് കൂടിയിരുത്തി മുനിസിപ്പാലിറ്റി ആലോചിച്ച് ഈ സ്ഥലം ഒന്നില്ലെങ്കിൽ വ്യവസായവൽക്കരണം നടത്തുക എന്നുള്ള രീതിയിലേക്ക് പോവുക. അതിനപ്പുറത്തേക്ക് സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് എന്തെങ്കിലും ഒരു മെച്ചപ്പെട്ട ഒരു IT പാർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു മൂവ്മെന്റ് നടത്തണം എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. അത് നടത്താനുള്ള ഇടപെടൽ നടത്താമെന്ന് മുനിസിപ്പാലിറ്റി അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഇവിടെ നടപ്പാക്കണം. കാരണം ഇതിങ്ങനെ കാട് പിടിച്ച് കയറി വിജനമായി സാമൂഹിക വിരുദ്ധരുടെ താവളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാലക്കുടി പട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വികസന സാധ്യതകളുള്ള ഒരു പട്ടണമെന്നറിയും. കേരളത്തിൻ്റെ മധ്യഭാഗത്ത് കിടക്കുന്ന ഈ പട്ടണത്തിൻ്റെ വികസന സാധ്യതകൾ തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ ഈ ജനത്തോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്ന് പറയുന്ന ഒരു ക്രാന്തദർശിയായിട്ടുള്ള വീക്ഷണകോണുകളുള്ള ഒരു മനുഷ്യന് ശേഷം ഈ പട്ടണത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ, വീക്ഷണകോണോടുകൂടിയുള്ള വികസനങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഭരണകർത്താക്കൾ ഇവിടെ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ചാലക്കുടിക്കകത്ത് വരേണ്ട പല സർക്കാർ ഓഫീസുകളും തൊട്ടടുത്തുള്ള പല സ്ഥലങ്ങളിലേക്കും പലരും കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ചാലക്കുടിക്കാർ നോക്കി നിന്നു. ഇവിടെ കൃത്യമായ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്താൻ പറ്റുന്ന കരുത്തരായ നേതാക്കൾ ഇല്ല, ഏത് പാർട്ടിയിലായിരുന്നാലും. കുറേ പ്രാഥമിക വികസനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതല്ല ഒരു പട്ടണത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തലമുറകൾ അവരുടെ ഭാവി കണ്ട്, തലമുറകളുടെ ഭാവി കണ്ട്, വരാൻ പോകുന്ന തലമുറകളുടെ ഭാവി കണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് സംഗതി. അതല്ലെങ്കിൽ അങ്ങനെ നടപ്പിലാക്കാൻ ശേഷിയുള്ള ആളുകൾ ചാലക്കുടിയിലുണ്ടെങ്കിൽ ഈ അടിപ്പാത അതുപോലെ തന്നെ ഈ മേൽപ്പാലം ഇങ്ങനെയുള്ള പരിസ്ഥിതിയിൽ നിന്ന് എടുക്കില്ല, ഇങ്ങനെയുള്ള സംഗതിയിൽ ഉണ്ടാക്കൂല. അല്ലേ? നിങ്ങൾ പറയും, ശരിയല്ലേ? ഞാനിത് പറയാൻ കാരണം വികസന സാധ്യതകളുള്ള മണ്ണന്വേഷിച്ച ആളുകൾ ഇങ്ങനെ നടക്കണം. പ്രത്യേകിച്ച് ഈ ജൻസികളുടെ കാലഘട്ടത്തിൽ, IT യുഗം പിറവി കൊണ്ട ഈ കാലഘട്ടത്തിൽ വികസന സാധ്യതകൾ ഏറെയുള്ള ഈ മേഖലയ്ക്ക് ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ച് പലരും നടക്കുമ്പോഴാണ് ചാലക്കുടി നഗരസഭയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സ്ഥലം നമ്മളാരും പലർക്കും അറിയാം, പക്ഷേ മറിഞ്ഞിരിക്കുന്ന സംഭവം. 5-ാം വാർഡിൽ പനമ്പള്ളി കോളേജ് കഴിഞ്ഞ് കുറച്ച് പോകുമ്പോൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു മിനി കാഴ്ച ബംഗ്ലാവ്. അതിലില്ലാത്ത ജീവികളില്ല. അതിന് ചുറ്റുമതിലുണ്ടായിരുന്ന ചുറ്റുമതിലുകളൊക്കെ ഇടിഞ്ഞൊളിഞ്ഞു വീണു. ഇപ്പോൾ അവിടുത്തെ വീട്ടുകാർ തന്നെ അതിൻ്റെ സൈഡ് കെട്ടുണ്ട്. അതിൻ്റെ അകത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. 2-2.5 ഏക്കറോളം വരുന്ന ഒരു ഭൂമിയാണ് ഈ പറയുന്നത്. എത്രയോ വികസന സാധ്യതകളുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാം. ഈ ചാലക്കുടി നഗരസഭയെ നയിക്കുന്ന ഭരണകർത്താക്കൾ ഇങ്ങനെ ഭാവി തലമുറയോട് ഇതുപോലെ കൊടും വഞ്ചന കാണിക്കരുത്. കാരണം നിങ്ങൾ ഇരിക്കുന്ന കസേരകൾ നിങ്ങൾക്ക് നേരെ തിരിയുന്ന ഒരു കാലഘട്ടം വരും. അതായത് ഈ തലമുറ നിങ്ങൾക്ക് നേരെ ചൂണ്ടിക്കാണിക്കുന്ന സംഗതി വരും. ഒരു കാര്യത്തിലും ഇവിടെ കൃത്യമായ രീതിയിലൂടെ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഭരണകർത്താക്കളില്ല. എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു പോവുക. ഞാൻ 10 വർഷം, 20 വർഷം, 30 വർഷം, 40 വർഷം എന്നൊക്കെ പറഞ്ഞ് നടക്കാന്ന്. ഇപ്പോൾ ആ വാർഡിലെ കൗൺസിലറായിട്ടുള്ള നിതിൻ പുല്ലൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ വിഷമത്തോടുകൂടിയാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇവിടെ കിടന്നിട്ട് ഇതിന് മുന്നിരുന്ന കൗൺസിലർമാരൊക്കെ എവിടെയിരുന്നു സംഭവം? ആലോചിച്ച് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്രയും കണ്ണായൊരു സ്ഥലം ഇരുന്നിട്ട് അതിൻ്റെ സാധ്യതകളെ പറ്റി പഠിക്കാനായിട്ട് ആരും കൊണ്ട് സാധിച്ചില്ല. ഇതൊരു 5-8 പേർക്ക് ഇൻഡസ്ട്രിയൽ സംഭവം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കരാറുണ്ടാക്കി സംഭവം ചെയ്തു. അവസാനം ആ കരാറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ടായി. ഇപ്പോൾ ഈ സ്ഥലം ലീസിന് ഏറ്റെടുത്ത ആൾക്കാർ അവരും ഒന്നും ചെയ്യണില്ല. അവർക്ക് ഇനി കാലാവധി കഴിയാനായിട്ട് 5-6 വർഷം കൂടി ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു സംഗതി ഉണ്ടാവാനും പോകണില്ല. ഇത് ഇങ്ങനെ ഏറ്റവും ഒരു ഹൊറർ സിനിമയ്ക്ക് തതുല്യമായ ഒരു പ്രദേശം, ഷൂട്ടിങ്ങിനൊക്കെ പറ്റുന്നൊരു പ്രദേശമായിട്ട് സംഗതി കിടക്കണം. ഇത് തീർച്ചയായിട്ടും ജനസമൂഹത്തോട് ചെയ്യുന്നൊരു വഞ്ചന തന്നെയാണ്. കൗൺസിലറായിട്ടുള്ള നിതിൻ പുല്ലൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭ അടിയന്തരമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്ത് ഒന്നുകിൽ നഗരസഭ ഈ ഭൂമി ഏറ്റെടുത്ത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വികസന സാധ്യതയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കൊണ്ടുവരണം.
നമ്മുടെ ഈ പടിഞ്ഞാറ് ചാലക്കുടിയിൽ ഒരു നല്ലൊരു IT പാർക്ക് എത്രയോ പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. വികസന സാധ്യതകളെ തിരിച്ചറിയാൻ പറ്റുന്ന ഭരണകർത്താക്കൾ ഇല്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും. ചാലക്കുടി നഗരസഭയുടെ ഒരു ശാപമാണ്, ചാലക്കുടിയുടെ ശാപമാണ്, നഗരസഭയുടെ അല്ല ചാലക്കുടിയുടെ ശാപം. വീക്ഷണകോണുകളുള്ള ഭരണകർത്താക്കളില്ല. ഈ അവിടെ തിരി ഒരു ഓലപ്പടക്കം പിടിച്ചു, അപ്പോൾ ഇപ്പുറത്ത് വെണ്ടക്കക്ഷരത്തിലൊരു വാർത്ത, അത് കഴിഞ്ഞ് ഇപ്പുറത്ത് മറ്റേ കമ്പിത്തിരി എത്തിച്ചു, കമ്പിത്തിരി പടക്കം ചായകുടി ചായക്കട, ഇങ്ങനത്തെ കുറേ സംഗതികളല്ലാണ്ട് ചാലക്കുടി പട്ടണത്തിൻ്റെ വികസന സാധ്യതകൾ തിരിച്ചറിയാനായിട്ട് ഒരു നല്ല ഭരണകർത്താവ് ഇവിടെ ഇല്ല എന്ന് വരും എന്നുള്ളത് അറിയില്ല. ആകെ ഒരാളുണ്ടായിരുന്നുള്ളൂ, അത് പനമ്പള്ളി ഗോവിന്ദനാണ്. ഇപ്പോൾ ഈ പ്രദേശം കിടക്കുന്ന കെടുപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പലതരത്തിലുള്ള കൃഷികളൊക്കെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് അവിടെ പോലീസും എക്സൈസ് സംഘമൊക്കെ പോയി ഒന്ന് അന്വേഷിക്കുന്നതൊക്കെ നല്ലതാണ്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ കൗൺസിലർ നിധിൻ പുല്ലൻ തൻ്റെ വാർഡിൽ ഇത്തരം സാധ്യതകളുള്ള പ്രദേശങ്ങളെ കണ്ടെത്തി അവിടെ വികസനം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഇടപെടലിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. 5-ാം വാർഡ് എന്ന് പറയുന്നത് ഒരു മാലിന്യം കൊണ്ടിടാൻ പറ്റുന്നൊരു സ്ഥലമല്ല, മറിച്ച് അവിടെ വികസന സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. അതെന്തുകൊണ്ട് അവിടെ അത്തരത്തിലുള്ള വികസനം കൊണ്ടുവരാനായിട്ട് നഗരസഭ ഇടപെടുന്നില്ല എന്നൊരു ന്യായമായ ചോദ്യമാണ് അവിടുത്തെ കൗൺസിലർ നിധിൻ പുല്ലൻ ചോദിച്ചിട്ടുള്ളത്. വലിയ ഫാക്ടറികളോ മറ്റ് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളോ സംഗതികളെക്കാൾ ഉപരി മാലിന്യങ്ങൾ ഉയർത്താത്ത, പരിസരവാസികൾക്ക് മാലിന്യങ്ങൾ സൃഷ്ടിക്കാത്ത ഇത്തരം IT പാർക്ക് പോലുള്ള സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതിനാ ഭൂമിയെ സജ്ജമാക്കേണ്ടതുണ്ട്. ഇത്രയും കണ്ണായ സ്ഥലത്ത്, ദേശീയപാതയിൽ നിന്നും നിസ്സാര ദൂരമുള്ള ഈ സ്ഥലം ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ കാടും പിടിച്ച് അവിടെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് തീർച്ചയായും ചാലക്കുടി നഗരസഭാ ഭരണാധികാരികൾ വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണെന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.